കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ ഗേറ്റാണ് കേട്ടോ ഇത്. മെയിൻ ഗേറ്റ് അടിപൊളിയാണ് കാണാൻ. ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ, അതുവഴിയാണ് സുഖം ദർശൻ വഴിയുള്ള ദർശനത്തിന് നമ്മൾ പോകേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. അതുവഴിയാണ് സുഖം ദർശൻ ക്യൂ വഴി നമുക്ക് കയറി പോകാം. കാശി വിശ്വനാഥ ക്ഷേത്രം നിരവധി തവണ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഒന്നാണ്. 1194 മുഹമ്മദ് ഗോറി ആദ്യമായി ക്ഷേത്രം തകർത്തു. അതിനുശേഷം വീണ്ടും നിർമ്മാണം നടക്കവേ കുത്തബ്ദീൻ ഐബക്ക് ക്ഷേത്രം വീണ്ടും തകർത്തു. 1494 സിക്കന്ദർ ലോധി ക്ഷേത്രം തകർത്തു എന്ന് മാത്രമല്ല, തലസ്ഥാനത്ത് ക്ഷേത്ര നിർമ്മാണം നിരോധിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ക്ഷേത്രം പുനരുജ്ജീവിപ്പിച്ചു. അപ്പോൾ 1669 ഔറംഗസേബ് വീണ്ടും ആ ക്ഷേത്രം തകർത്തിട്ട് ആ സ്ഥലത്ത്, ക്ഷേത്രം നിന്ന സ്ഥലത്ത് വീണ്ടും പള്ളി പണിഞ്ഞു. ഇപ്പോൾ നമ്മൾ ആ കാണുന്ന പള്ളി എന്ന് പറയുന്ന ഔറംഗസേബ് പണിഞ്ഞ ആ പള്ളിയാണ്. ഞങ്ങളങ്ങനെ കാശി വിശ്വനാഥൻ്റെ മണ്ണിലെത്തി കേട്ടോ. അപ്പോൾ അമ്പലത്തിലോട്ട് പോവാണേ. ഇതുണ്ട്, ഇതാണ് വഴി. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് കുറച്ച് ദൂരമുള്ള, ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇതുണ്ട്, ഇതാണ് ആ സ്ഥലം കണ്ടോ. ഇവിടെ ഇഷ്ടം പോലെ റൂമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാമേ. നമുക്ക് ഗംഗയിൽ ഇറങ്ങി കുളിക്കാനേ തോന്നുന്നില്ല, കാരണം അതുപോലെ ഉള്ള സെറ്റപ്പാ. കുഴപ്പമില്ല, എന്നാലും നമുക്കതങ്ങോട്ട് പറ്റത്തില്ല. അപ്പം കയ്യിലിച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മുടെ ദേഹത്തും ഒക്കെ ഒന്ന് ഒഴിക്കാം. അപ്പോഴേ ഗംഗയെ കുളിച്ചതായിട്ട് അങ്ങ് സങ്കല്പിക്കാം. അതേ ഇപ്പം നടക്കത്തുള്ളൂ. ഓക്കെ ഇതുണ്ടോ അമ്പലത്തിൻ്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. ഗംഗയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രമുഖ സ്ഥാനമുണ്ട്. മഹാദേവനിവിടെ വിശ്വനാഥൻ അഥവാ വിശ്വേശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാചീന കാലം മുതൽക്കേ ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസവും ശിവപുരാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയാൽ പരേതർക്ക് മോക്ഷം കിട്ടും, ശിവലോക പ്രാപ്തി ഉണ്ടാകും എന്നൊക്കെയാണ് വിശ്വാസം. അതുപോലെ തന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷം വേണം കാശി വിശ്വനാഥനെ കാണാൻ എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളേ സുഖദർശൻ ടിക്കറ്റ് എടുത്താൽ നമ്മൾ കയറി വരേണ്ട ഗേറ്റ് നമ്പർ 4 ആണ്. അതുവഴി കയറി വരുമ്പോൾ നമുക്ക് അകത്ത് ചെരുപ്പും അതുപോലെ തന്നെ മൊബൈലും വെക്കാനുള്ള ലോക്കർ സംവിധാനമുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമുക്കവിടെ വെച്ചിട്ട് ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് ആ മൊബൈൽ എടുത്തിട്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഫോട്ടോഗ്രാഫി അവർ സമ്മതിക്കത്തില്ല, അകത്ത് കയറാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കേട്ടോ. ഒരു ഇലക്ട്രോണിക് സാധനങ്ങളും നമ്മളെ അകത്ത് കൊണ്ടുപോകാൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ സാധിക്കത്തില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നുണ്ടല്ലോ, അത് മുസ്ലിം പള്ളിയാണ് കേട്ടോ. മുസ്ലിം അധിനിവേശത്തിൻ്റെ ഒരു വലിയ ആക്രമണം നേരിട്ട ഒരു ക്ഷേത്രം കൂടിയാണ് കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. പല പ്രാവശ്യം ഈ ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കാലങ്ങളായിട്ട് അത് പുനരുദ്ധരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു കടന്നുകയറ്റം അതിഭീകരമായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ ഒരു കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചാൽ മതി. ആ കാണുന്ന മിനാരമില്ലേ, മസ്ജിദിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് ക്ഷേത്രമാണെങ്കിൽ അവിടെയാണ് മസ്ജിദ്. ഈ കാണുന്ന മിനാരം, അതിന് നേരെ അമ്പലത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് തന്നെ നന്ദിയുണ്ട്. നന്ദിയെ നമുക്കറിയാമല്ലോ, ശിവലിംഗത്തിൻ്റെ മുമ്പിലാണ് സാധാരണ നന്ദി വരുന്നത്. ഇവിടെ ഇരിക്കുന്നത് ആ പള്ളിയോട് നോക്കിയാണ് നന്ദി ഇരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശിവലിംഗം ആ പള്ളിക്കുള്ളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ കേസ് നടക്കുകയാണ് അവിടെ. ഇപ്പം പള്ളിയിൽ ഇപ്പോൾ പ്രാർത്ഥനകളൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രം ഇവിടെ ഇപ്പം നിർമ്മിച്ചിട്ടുള്ളത്. മറാഠ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പിന്നീട് മുഗൾ രാജാക്കന്മാരുടെ
കടന്നുകയറ്റത്തിന് ശേഷം ക്ഷേത്രം പുനരുദ്ധരിപ്പിച്ചത്. പല പ്രാവശ്യം ഈ ക്ഷേത്രം ഇടിച്ചു നിരത്തുകയും പിന്നീട് ഇത് പുനരുദ്ധാരണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ജന്മഭൂമിയിലും ഇതുപോലെയുള്ള മിനാരങ്ങൾ, പള്ളികൾ, മുസ്ലിം പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുദൈവ ആരാധനയോടുള്ള വെറുപ്പ്, കടന്നുകയറ്റം, ഇതൊക്കെ നമുക്ക് ഈ യുപിയിലെ, ഉത്തർപ്രദേശിലെ ഹൈന്ദവ ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗേറ്റ് വഴി ഇറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ വഴി കൂടെ അങ്ങോട്ട് പോയാൽ നമുക്കിവിടെ അന്നപൂർണേശ്വരി ദേവിയുടെ ഒരു ഭോജനശാലയുണ്ട്. ക്ഷേത്രവും അതുപോലെ തന്നെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടോട്ടൊന്ന് പോകാം. ഇവിടെ നിന്ന് ഇറങ്ങി ഇതുണ്ടോ, ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നേരെ നമ്മൾ ഈ പടവുകൾ കയറി അങ്ങോട്ട് ഇറങ്ങുന്ന ഗംഗയിലോട്ടാണ് കേട്ടോ. മണികർണികാഘട്ട് ഒക്കെ പോകാനായിട്ട് ആ എക്സിറ്റ് വഴി ഇറങ്ങിയാൽ നമുക്ക് അവിടേക്ക് പോകാം. ദശാസന ഹട്ട് ഇത് എവിടെയെല്ലാം പോകാൻ സാധിക്കും. അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് അന്നപൂർണേശ്വരി ദേവിയുടെ ഫ്രീ ഭക്ഷണമുണ്ട്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടുന്ന് കഴിക്കാം. ഇതിങ്ങനെ കണ്ടോ, റോഡ് വഴി നേരെ പോകണേ. ഗേറ്റ് നമ്പർ 2 നിന്ന് എക്സിറ്റ് ആയിട്ട് നേരെ പോകണേ. ഇങ്ങനൊരു ചെറിയ ഗലിയാണ്. നമ്മൾ അവിടുന്ന് കണ്ടോ, അവിടുന്ന് ഇങ്ങനൊരു ചെറിയ വഴി കയറി വരുന്നേ. ക്ലീൻ ചെയ്യുവാണ്. നമുക്ക് ഇവിടെ പോലീസുകാരോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. നമ്മൾ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും നല്ല ഇതാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വഴി എന്തെങ്കിലും, അതാണ് ഇവിടെ ഇഷ്ടംപോലെ ഗലികളുണ്ട്, അതാണ് പ്രശ്നം. ഇങ്ങനെയുള്ള ചെറിയ വഴികളാണ്, നല്ല സംഭവമാണ്. 7:30 ഉള്ളൂ ഭക്ഷണം. അതാ 7:30 മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. വെളിയിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് 7:30 ആകുമ്പോഴത്തേക്ക് വരാം എന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയും ചെയ്തതിനുണ്ടല്ലോ 20 രൂപയാണ് കേട്ടോ. ഒത്തിരി പൈസയൊന്നും ഇല്ല, 20 രൂപ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് വരുന്നത് കണ്ടോ, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള 2ാമത്തെ ഗേറ്റ് ഇറങ്ങി ഇങ്ങോട്ട് വന്നാൽ ഉടനെ ഇവിടുന്ന് ഇങ്ങനെ ഒരെണ്ണമുണ്ട്. നമുക്ക് ഇതുവഴിയാണ് അന്നപൂർണ്ണ ഭോജനശാലയിലോട്ട് പോകേണ്ടത്. എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ കാശി വന്നാൽ നമ്മളിവിടെ കയറി ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇതുണ്ടോ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. രാവിലെ 7:30 മുതലാണ് കേട്ടോ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂവിലാണ്. അന്നപൂർണേശ്വരി ഭോജനശാല. ഇതാണ് ഭോജനം, ഇതാണ് ആ ഭോജനം. അതിനകത്ത് ഭയങ്കര തിരക്കാണ്. മൊബൈൽ ഫോണൊന്നും എടുക്കാൻ, ക്യാമറ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. ആകെ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. ഈ പൊങ്കൽ പോലെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള അങ്ങനെ ഒരു സാധനമാണ് കേട്ടോ. എന്നോട് ഒരു പച്ചടി. അന്നപൂർണേശ്വരി ഭോജനശാലയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചേ. ഇനി ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അന്നപൂർണേശ്വരി ക്ഷേത്രം. അപ്പം നമുക്ക് അവിടെ കൂടെ ഒന്ന് പോവാം. പൊങ്കൽ പോലെ ഒരു പച്ചടിയുണ്ട്, പിന്നെ രസമുണ്ട്, പിന്നെ പപ്പടം, ഇവിടുത്തെ കച്ചോരി പോലെയുള്ള 2 സാധനമുണ്ട്. കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെയുള്ള ഗലികളാണ് കൂടുതൽ. ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഈ ഘാട്ടുകൾ, ഈ ഇങ്ങനെയുള്ള ഗലികളിൽ കൂടി നമ്മൾ നടന്നാൽ നമുക്ക് ഒത്തിരി സമയ ലാഭം കിട്ടും മറ്റു റോഡിൽ കൂടെ പോകുന്നതിനെക്കാട്ടിൽ. പക്ഷേ വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വന്നാൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്.